എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന രാജീവൻ കാഞ്ഞങ്ങാടിന്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന രാജീവൻ കാഞ്ഞങ്ങാടിന്റെ 10ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കവി മാധവൻ പുറച്ചേരി ഉദ്ഘാടനം ചെയ്തു. സീതയെ ഉപേക്ഷിച്ച രാമനെ വൈശാഖിക്കാർ അതിനോടുള്ള പ്രതികാരം തീർക്കുന്നത് ഈ രാമനും സീതയും ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ രാമനെ തല്ലിക്കൊണ്ടാണ്. ആ അർത്ഥത്തിൽ ഒരു പ്രാകൃതാവസ്ഥയിലും ഒരു ജനാധിപത്യം ഉണ്ടായിരുന്നു എന്ന് തോന്നാവുന്ന തരത്തില് അധികാരത്തിനെതിരെ ഏതൊരു ഒരു കലാകാരൻ നിർമ്മിച്ച ഒരു ആചാരമായിരിക്കാം ആ ആചാരത്തിൽ പറയുന്നുണ്ട്. ഈ അർത്ഥത്തില് രാജീവൻ കാഞ്ഞങ്ങാട് പല മട്ടിൽ പ്രസക്തമായ ഈ നോവൽ നാവി എന്നുള്ള നോവല് അയാൾക്ക് ദേശം നഷ്ടപ്പെട്ടു പോയി. കടലിൽ ഇറങ്ങിയ വ്യാജ വിസയിലൊക്കെയാണ് അയാൾ നാട്ടിൽ വരുന്നത്. ഇവിടെ എത്തിയതിനു ശേഷം അയാൾക്ക് രാജ്യം നഷ്ടപ്പെട്ടു പോയി. സംഘാടക സമിതി ചെയർമാൻ ഒ ബാലൻ അധ്യക്ഷനായി. യുവകലാസാഹിതി സുവർണ ജൂബിലി പുസ്തക പരമ്പരയിലെ 2ാമത്തെ പുസ്തകമായ രാജീവൻ നോവൽ ഡോക്ടർ ഒ കെ മുരളി കൃഷ്ണൻ ചിത്രകാരൻ വിനോദ് അമ്പലത്തറയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. കവി നാലപ്പാടം പത്മനാഭൻ അനുസ്മരണ ഭാഷണം നടത്തി. എ ദാമോദരൻ, പത്മനാഭൻ ബ്ലാത്തൂർ, എൻ കെ ബാബുരാജ്, പല്ലവ നാരായണൻ, സുനിൽകുമാർ മണിയേരി എന്നിവർ സംസാരിച്ചു. രാജീവൻ കാഞ്ഞങ്ങാട് സ്മാരക കലാലയ പുരസ്കാരം ഏഞ്ചൽ മരിയ സെപ്പാന് സമ്മാനിച്ചു. ഭാരവാഹികളായി രാഘവൻ മാണിയാട്ട് പ്രസിഡന്റ്, സുനിൽകുമാർ മണിയേരി, സുനിത കരിച്ചേരി വൈസ് പ്രസിഡന്റ്, കെ രവീന്ദ്രൻ സെക്രട്ടറി, യു രജീഷ്, ജലീൽ പലോത്ത് ജോയിന്റ് സെക്രട്ടറി, കെ ബാലകൃഷ്ണൻ ഖജാൻജിയുമായി തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.